കൊല്ലം ബൈപ്പാസ് മുഖ്യമന്ത്രിയെ ഒപ്പം നിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രമല്ല മോദിയെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെയാണ് പാത നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതോടെ BJP പ്രവർത്തകരുടെ ഉണ്ടായിരുന്ന ആവേശവും കെട്ടടങ്ങി. പിണറായിയെ വേദിയിലിരുത്തി വലിച്ചു കീറി ഒട്ടിക്കും എന്നായിരുന്നു അവിടെ തടിച്ചുകൂടിയിരുന്ന BJP പ്രവർത്തകർ വിചാരിച്ചത്. എന്നാൽ മോദിയെ വേദിയിലിരുത്തി തന്നെ പിണറായി മോദിക്കിട്ട് കൊട്ടി എന്നുള്ളതാണ് വസ്തുത. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന പ്രധാനമന്ത്രിയുടെ പഴയ വിമർശനം തെറ്റാണെന്ന് തെളിയിച്ചുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കേരളത്തെ സോമാലിയ എന്ന് വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അത് വലിയൊരു പ്രഹരം തന്നെയായിരുന്നു. പദ്ധതി നടപ്പിലാക്കിയതിന്റെ അവകാശവാദങ്ങൾ ഉദ്ഘാടന ചടങ്ങിലും പ്രതിഫലിച്ചു. എന്നാൽ കേന്ദ്രം വഹിച്ച പങ്ക് മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിന്റെ പങ്കാളിത്തം പ്രധാനമന്ത്രിയും അംഗീകരിച്ചതോടെ തർക്കത്തിന് തിരശീല വീണു. രാജ്യത്ത് പല പദ്ധതികളും 20-30 വർഷമായി ഇഴഞ്ഞു നീങ്ങുകയാണെന്നും ഇത് കുറ്റകരമായ സമീപനമാണെന്നും മോദി കൂട്ടിച്ചേർത്തപ്പോൾ പണി വേഗത്തിൽ പൂർത്തിയാക്കിയതിന്റെ ക്രെഡിറ്റ് പിണറായി ഇങ്ങെടുത്തു. കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന് 2 വർഷം മുൻപ് സ്നേഹബുദ്ധിയാ വിമർശിച്ച പ്രധാനമന്ത്രിക്കുള്ള മറുപടിയാണ് ബൈപ്പാസും ഗെയിൽ പൈപ്പ് ലൈനും പോലുള്ള പദ്ധതികളുടെ പുരോഗതിയെന്ന് പിണറായി വിജയൻ നല്ല വൃത്തിയായി പറഞ്ഞു വെച്ചു. ഇടത് സർക്കാർ അധികാരത്തിലേറിയ സമയത്ത് പ്രധാനമന്ത്രിക്ക് നൽകിയ വാക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ വെടിപൊട്ടിച്ചത്. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന വിമർശനം മാറ്റിയെടുക്കാൻ കഴിഞ്ഞുവെന്നും കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന അഭിപ്രായം മാറ്റിയെന്നും പിണറായി മോദിയെ വേദിയിലിരുത്തി തന്നെ പറഞ്ഞു. ഇടത് സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ പ്രധാനമന്ത്രിയെ കാണാൻ ചെന്നിരുന്നു. കേരളത്തിൽ പലതും ശരിയായി നടപ്പിലാകുന്നില്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഉദാഹരണമായി ഗെയിൽ പൈപ്പ് ലൈനും ചൂണ്ടിക്കാട്ടി. ഇതിനെല്ലാം അടുത്ത തവണ മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞാണ് അന്ന് മടങ്ങിയത്. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞെന്ന് ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ പറയാനാകും എന്നാണ് മുഖ്യമന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞത്. ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുകയാണെന്നും 2020 ദേശീയ ജലപാത പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി വേദിയിൽ തന്നെ ഉറപ്പു നൽകി. കൊല്ലം ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ദേശീയപാത വികസനം നാടിന്റെ വികസനത്തിന് ഒഴിച്ചുകൂടാനാകാത്തതാണ്. യാത്രാക്കുരുക്കിൽ നിന്ന് മോചനം വേണമെങ്കിൽ റോഡുകളുടെ സൗകര്യം വർദ്ധിപ്പിക്കണം. ഇക്കാര്യത്തിന് മുൻഗണന നൽകുന്നു. ദേശീയപാത വികസനം മാത്രമല്ല, മലയോര ഹൈവേ, തീര ഹൈവേക്കും സംസ്ഥാന സർക്കാർ പണം വകയിരുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു. കേരളത്തിലൊന്നും നടക്കുന്നില്ല എന്ന് സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പറഞ്ഞത് ഇന്ന് തീർത്തും മാറ്റിവെക്കാൻ കഴിഞ്ഞെന്ന് അഭിമാനത്തോടെ തന്നെ പറയാനാകുമെന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമായി പറയുന്നു. ഇതിനെല്ലാം വേണ്ടി കേരളം ഒറ്റക്കെട്ടായി നിന്നെന്നും എല്ലാവരും ഒന്നായി പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയെ കേരളത്തിലേക്ക് ഹാർദകമായി സ്വാഗതം ചെയ്യുന്നുവെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. ഇതിനിടെ ജനക്കൂട്ടത്തെ മുഖ്യമന്ത്രി ശകാരിക്കുന്നതും പ്രധാനമന്ത്രി കേട്ടിരുന്നു. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ ശരണം വിളിച്ചതാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത്. ബഹളമുണ്ടാക്കിയവരെ നോക്കി പിണറായി അച്ചടക്കം പാലിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും നിശബ്ദരായിരുന്നത് മോദി കണ്ടിരുന്നു. പിണറായിയുടെ ധാർഷ്ട്യം അങ്ങനെ നരേന്ദ്രമോദിയും നേരിട്ട് കണ്ടു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.